BJPയെ സംബന്ധിച്ചോളം NDAയെ സംബന്ധിച്ചോളം പാലക്കാട് സംഘടനാപരമായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. കഴിഞ്ഞ നിരവധി മാസങ്ങളായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ചതനുസരിച്ച് NDAയുടെ ശക്തമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഞങ്ങൾ നടത്തി വരുന്നു. പാലക്കാട്ടിലെ നിരവധി ജനകീയ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് നെൽകർഷകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രശ്നങ്ങളിലുമെല്ലാം ഏറ്റവും ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഇടപെട്ടിട്ടുണ്ട്. ആ ജനകീയ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ഇടപെടൽ, അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിനായിട്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നൽകി വരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇത് തീർച്ചയായിട്ടും പാലക്കാട് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ട് മുന്നണിയും കേരളത്തെ സംബന്ധിച്ചോളം രണ്ട് മുന്നണിയുടെ സ്ഥാനാർത്ഥികളും ഒന്നാണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ നിന്ന് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടണം. ഇത്തവണ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ കേരളത്തിൽ വികസന പ്രവർത്തനം എത്തുള്ളൂ, പാലക്കാട് എത്തുള്ളൂ എന്നുള്ളത് കേരളത്തിലെയും പാലക്കാടിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടാവും. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. പാലക്കാട് കാലാകാലങ്ങളായിട്ട് പാലക്കാട് ആഗ്രഹിക്കുന്ന പാലക്കാട്ടുകാരുടെ സ്വപ്ന സാക്ഷാത്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മോദി സർക്കാരിൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു ജനപ്രതിനിധി ഇവിടെ വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പാലക്കാടിൻ്റെ മുഴുവൻ വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാവും. അതോടൊപ്പം തന്നെ പാലക്കാടത്തെ ഏറ്റവും വലിയ ജനകീയ വിഷയമായിട്ടുള്ള പാലക്കാടുകാർ കാലാകാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന പാലക്കാടിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് എന്നുള്ളത് പാലക്കാടൻ ജനതയ്ക്ക് NDA സ്ഥാനാർത്ഥി പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.